താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശു തൻ്റെ ആലയത്തെ വിശുദ്ധീകരിക്കുന്നു. അശുദ്ധി വന്നു എന്നതുകൊണ്ട് അവൻ ആലയത്തെ തകർത്ത് കളയുകയല്ല ചെയ്തത്. ആലയത്തിൻ്റെ അകത്ത് അവകാശമില്ലാതെ കയറിയതിനെ അവൻ പുറത്താക്കുകയാണ് ചെയ്തത്. ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് വിശുദ്ധീകരണം ആവശ്യമാണ്. നാം ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ആ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്നു. എന്നാൽ നമ്മിൽ കുറവുകൾ കടന്നു വരാം. ചിലപ്പോൾ ചില പീഡങ്ങൾ അതിനകത്തിട്ടെന്ന് വരാം. നമ്മളൊരു അശുദ്ധി വരുമ്പോൾ, നമ്മളൊരു കുറവ് വരുമ്പോൾ, ചിലപ്പോൾ എനിക്കും വിൽസനച്ഛനെ കാട്ടിലും വിശുദ്ധനാണ് എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ പറയും, ആ മനുഷ്യൻ എനിക്ക് വേണ്ട, ആ ബന്ധം വേണ്ട എന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വരാം. പക്ഷേ സ്വർഗം ആ മനുഷ്യനെ നോക്കിയിട്ട് ഒരിക്കലും അത് പറയത്തില്ല. ഞാൻ രക്തം കൊടുത്ത് വീണ്ടെടുത്തതായതുകൊണ്ട് അവനിൽ അശുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ, അവളിൽ അശുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ, ഹോളി സ്പിരിറ്റ് അവന് വേണ്ടി, അവൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ഒരു പുണ്യ രക്തമുണ്ട്. യെരൂശലേം ദേവാലയത്തിൽ ചാട്ടവാർ കൊണ്ടാണ് എൻ്റെ യേശു കയറി ചെന്നതെങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ അകത്തേക്ക് കുഞ്ഞെ, അവൻ ചാട്ടവാറുകൾ കൊണ്ടല്ല അവൻ കയറി വന്നത്. അവൻ ചങ്ക് പിളർന്നിട്ടാ കയറി വന്നത്. പലരുടെയും മുൻപിൽ നീ അയോഗ്യയായിരിക്കാം, പലരുടെയും മുൻപിൽ നീ ഒത്തിരി കുറവുള്ള വ്യക്തിയായിരിക്കാം, പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പേഴ്സണാലിറ്റി ആയിരിക്കാം നിൻ്റേത്. യേശു നിന്റെ ജീവിതത്തിലോട്ട് വന്നത് ചാട്ടവാറ് കൊണ്ടല്ല, ആണിപ്പഴുതുള്ള കരങ്ങളുമായിട്ട് അവൻ വന്നത്. യേശു നിന്റെ ജീവിതത്തിൽ വന്നത് കിരീടധാരിയായ രാജാവായിട്ടല്ല, മുൾക്കിരീടം വെച്ചവനായി, നമ്മുടെ സകല ശാപങ്ങളെയും രോഗങ്ങളെയും വഹിക്കുന്നവനായിട്ടാണ് അവൻ നിന്റെ ജീവിതത്തിൽ വന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നോക്കി പറയട്ടെ, നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും ഈ ലോകത്തിൽ നിങ്ങളെ വേറെ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും, ഇന്ന് പകലും 2 കരവും നീട്ടിട്ട് അപ്പൻ പറയും, നീ ഇവിടെ നിന്ന് പോയ ദിവസം മുതൽ നീ തിരിച്ചു വരുന്നത് നോക്കി ഈ വാതിക്കൽ ഞാൻ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് മാത്രമേ ഇനി ഞാൻ ജീവിക്കത്തുള്ളൂ. ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതൊന്നും ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല.